ബെൽത്തങ്ങാടി രൂപതയിലെ നമ്മുടെ സീറോ മലബാറിൻ്റെ മറ്റ് രൂപതകളിലുള്ളതുപോലെ തന്നെ SMIM ഉണ്ട്. സീറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റ് ഇവിടെയും നമുക്കുണ്ട്. കർണാടകത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ നമുക്കിവിടെ KRCBC ഉണ്ട്, കർണാടക റീജിയണൽ ബിഷപ്സ് കോൺഫറൻസ്. അപ്പോൾ KRCBC ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ രൂപതകൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ICYM, നമുക്കിവിടെ കേരളത്തിൽ പണ്ട് KCYM ഉണ്ടായിരുന്നതുപോലെ തന്നെ ICYM ഉണ്ട്. അപ്പോൾ നമ്മൾ കർണാടകത്തിലൂടെ ICYM ആയിട്ട് അസോസിയേറ്റ് ചെയ്താണ് യുവജന പ്രസ്ഥാനം ഇവിടെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ വർഷത്തെയും പ്രവർത്തന പദ്ധതികളും അതിനുള്ള ഇയർലി പ്ലാനും കാര്യങ്ങളും ഒക്കെ ICYM ആയിട്ട് അസോസിയേറ്റ് ചെയ്താണ് പോകുന്നത്. എന്നാൽ സീറോ മലബാറിൻ്റെ എല്ലാ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്നു. ബെൽത്തങ്ങാടിയുടെ പശ്ചാത്തലത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഏതാണ്ട് നമ്മുടെ ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ ജനറേഷനിലുള്ള യുവജനങ്ങളാണ് ഇന്ന് നമ്മുടെ സീറോ മലബാർ സഭയുടെ ഈ ബെൽത്തങ്ങാടി രൂപതയിലുള്ളത്. ആദ്യത്തെ കുടിയേറ്റം 1950കളിലൊക്കെ നടക്കുന്നു. അതിനുശേഷം മൂന്നാമത്തെ നാലാമത്തെ തലമുറയിലെ യുവജനങ്ങൾ, ഇപ്പോൾ ജെൻസി എന്നൊക്കെ പറയുന്ന കിഡ്സൊക്കെ, ഇപ്പം ജെൻസി കിഡ്സ് എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് നാലാമത്തെ തലമുറയിൽ പെടുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരുടെ ഭാഷയും കൾച്ചറും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ഈ കർണാടകത്തിൽ തന്നെ കൾച്ചർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭാഷയെന്ന് പറയുന്നത് മലയാളം അല്ല ബേസിക് ലാംഗ്വേജ്. അവർ കന്നഡയോ തുളുവോ അതും അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഒക്കെയാണ് അവരുടെ ബേസിക് ലാംഗ്വേജ് ആയിട്ട് വരുന്നത് തന്നെ. മലയാളം തന്നെ കുട്ടികൾ പറയും, അതും അരമുറിയൊക്കെ ആയിരിക്കും പറയുന്നത്. എന്നാലും ഒരു പൂർണ്ണമായിട്ടുള്ള മലയാളമൊന്നും കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ ഇപ്പം. അപ്പോൾ ആ രീതിയിൽ ഭാഷയുടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കൾച്ചറിൻ്റെ കാര്യമാണെങ്കിലും ഇന്ന് നമ്മുടെ യുവജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പ്രത്യേകിച്ചും കർണാടകത്തിലെ പശ്ചാത്തലത്തിലുള്ള ഭക്ഷണ രീതികളും പെരുമാറ്റ രീതികളും ഒക്കെ തന്നെയാണ് കുട്ടികൾ ഒരു പരിധിവരെ അഡോപ്റ്റ് ചെയ്യുന്നത്. എന്നാലും കേരളത്തിലെ കൾച്ചറിനോടും കേരളത്തിലെ നമ്മുടെ ഒരു സീറോ മലബാർ പാരമ്പര്യങ്ങളോടും ഒരു വലിയ ആരാധനയും ബഹുമാനവും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്. നമ്മുടെ രൂപതയിൽ 56 ഇടവകളുണ്ട്. 56 ഇടവക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഇടവകയിലും യുവജന പ്രസ്ഥാനങ്ങളില്ല. കാരണം പലതും കുഞ്ഞു കുഞ്ഞു ഇടവകളാണ്, 2-3 യുവജനങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. എന്നാലും നമ്മൾ കൂട്ടി നിർത്തിയിട്ടുണ്ട് നമ്മുടെ പ്രസ്ഥാനവുമായിട്ട്. എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ രൂപത ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ഇടവകളിലും SMIM ഉണ്ടെന്ന് പറയുമ്പോഴും കുഞ്ഞു കുഞ്ഞു ഇടവകളാണ്. നമുക്ക് ഏറ്റവും വലിയ ഇടവക എന്ന് പറയുന്നത് 300-350 വീട്ടുകാരുള്ള മംഗലാപുരം കങ്കനാടി ഇടവകയാണ്. ബാക്കിയെല്ലാം അതിൽ താഴേക്കുള്ളതാണ്. ഇപ്പോൾ ഒരു 10-15 വീടുള്ള കുടുംബങ്ങളുള്ള ഇടവകൾ വരെയുണ്ട്. അവിടെയും SMIM പ്രവർത്തിക്കുന്നുണ്ട്. 2-3 കുട്ടികളും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ യുവജന പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. പിന്നീട് യുവജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരുപാട് പഠിക്കാൻ വരുന്ന കുട്ടികൾ നമുക്കിവിടെയുണ്ട്. അപ്പോൾ അവർ ജീസസ് യൂത്തായിട്ടും SMIM ആയിട്ടും ഒക്കെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കൊടകിൽ, വിരാജ്പേട്ടയിൽ, പിന്നെ സുള്ളിയയിൽ, മംഗലാപുരത്ത്, ഉടുപ്പിയിൽ, മണിപ്പാൽ ഇവിടങ്ങളിലെല്ലാം ധാരാളം കുട്ടികൾ, ഇപ്പം ബെൽത്തങ്ങാടി ഏരിയയിലും ഒരുപാട് കുട്ടികൾ നഴ്സിംഗ് പഠിക്കാനായിട്ടും മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളൊക്കെ പഠിക്കാനും ഒക്കെ ആയിട്ട് ധാരാളം കുട്ടികൾ വരുന്നുണ്ട്. അവരെയും നമ്മുടെ SMIM ആയിട്ടോ അഥവാ ജീസസ് യൂത്തോ ആയിട്ടോ അസോസിയേറ്റ് ചെയ്താണ് കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരെ എല്ലാം ക്യാമ്പസുകളുമായിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ വഴിയിൽ നമ്മൾ അവരുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്, പള്ളികളിൽ പോകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പരമാവധി നോക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ നമ്മൾ കേരളത്തിലെ കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പോലും നമ്മുടെ കർണാടകത്തിൽ വളർന്നു വരുന്ന കുട്ടികൾ കുറേ കൂടെ വിശ്വാസ തീക്ഷ്ണതയിലുള്ള ഒരു കുട്ടികളാണ്. കേരളത്തിൻ്റേതായിട്ടുള്ള ഒരു പുതിയൊരു കൾച്ചറൊന്നും അവരെ പരിധി കൂടുതൽ ബാധിച്ചിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളിയോട് അടുത്ത് നിൽക്കുന്നവരും വൈദികർ പറഞ്ഞാൽ അനുസരിക്കുന്നവരും സഭയുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളും ഒക്കെയാണ്. അവർ സഭയ്ക്കെതിരെ നിൽക്കുന്നവരോ എതിര് പറയുന്നവരോ ഒന്നുമല്ല. ഒരുപക്ഷെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നതായിരിക്കാം. ഈ കഴിഞ്ഞ ദിവസം ബെൽത്തങ്ങാടി രൂപതയുടെ മെത്രാൻ ലോറൻസ് മുക്കുഴി പിതാവ് സംസാരിക്കുമ്പോൾ പറയായിരുന്നു, യുവജനങ്ങളെന്ന് പറയാൻ നല്ല കുഞ്ഞുങ്ങളാണ്. അവർ മുടി നീട്ടിയത് കൊണ്ടോ ഇല്ലെങ്കിൽ ഭയങ്കര ഫാഷനബിളായിട്ട് ഡ്രസ്സ് ധരിച്ചതുകൊണ്ടോ കീറിയ പാൻറ്റിട്ടത് കൊണ്ടോ ഒന്നും കുഞ്ഞുങ്ങൾ മോശക്കാരൊന്നുമല്ല. നല്ല കുഞ്ഞുങ്ങളാണ്, നല്ല മനസ്സുള്ള കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് അവരാരും മോശക്കാരല്ല. പലപ്പോഴും കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്ന വരുന്ന ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ നല്ല കുട്ടികളാണ് നമുക്കിവിടെ ഉള്ളത്. പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ ഈ തലമുറയുടെ രീതിയിലാണ് അവരുടെ മൂല്യങ്ങൾ മനസ്സിലാക്കുന്നത്. മൂല്യങ്ങളൊന്നും നഷ്ടപ്പെടുത്തുന്നില്ല. മൂല്യങ്ങൾ മനസ്സിലാക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ജീവിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസം നമുക്കിവിടെ തീർച്ചയായിട്ടും വളരെ വിസിബിളാണ്. പക്ഷേ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ്. വാല്യൂസൊക്കെ അടിസ്ഥാനപ്പെടുത്തി തന്നെ പോകുന്ന നല്ല കുട്ടികൾ നമുക്ക് ബെൽത്തങ്ങാടി രൂപതയിലുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വരുന്ന ക്യാമ്പസുകളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ നമ്മൾ ആ ബെൽത്തങ്ങാടി രൂപതയുടെ പള്ളികളോട് ചേർന്ന് നിർത്തി തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, ഈവൻ എല്ലാ മാധ്യമങ്ങളിലൂടെയും പലപ്പോഴും രാഷ്ട്രീയത്തിൽ സഭയുടെ വാക്കുകൾ എത്രത്തോളം ചർച്ചയാവുന്നു. ഒരു പക്ഷേ സഭ യൂത്ത് ഞാൻ അതിന് മുമ്പായിട്ട് വരാം. ഇന്നത്തെ യൂത്ത് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഇടപെടുകയാണെങ്കിൽ സഭാത്മകമായ ചിന്തയോടുകൂടി നമുക്ക് എങ്ങനെ ഇടപെടാൻ സാധിക്കും?
ഉറപ്പായിട്ടും ഇന്നത്തെ യൂത്ത് ഉറപ്പായിട്ടും രാഷ്ട്രീയത്തിൽ കയറണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പറഞ്ഞിപ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ട് ഞാൻ പറയാം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഞങ്ങളൊരു മൈനോറിറ്റിയാണ്. ഞങ്ങൾ വളരെ സ്ട്രെങ്ത്തിൽ വളരെ കുറവുള്ള കമ്മ്യൂണിറ്റിയാണ്. സോ പൊളിറ്റിക്സിൽ നോക്കുമ്പം ഞങ്ങളുടെ ആൾക്കാർ ആരും പൊളിറ്റിക്സ് ഇതുവരെ കയറിയിട്ടില്ല. സോ അതിൻ്റെ ഒരു ഡ്രോബാക്ക് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഞങ്ങളൊരു ജോബ് ആവട്ടെ, ഇല്ല വേറെ ഞങ്ങൾ എന്താണ് ഒരു ഫങ്ഷൻ ചെയ്യാനൊരു താല്പര്യമുണ്ടെങ്കിൽ, സോ ഇപ്പോൾ വേറെ കമ്മ്യൂണിറ്റി കമ്പയർ ആക്കുമ്പോൾ അവർക്ക് പെർമിഷൻ വളരെ പെട്ടെന്ന് കിട്ടും. പക്ഷെ ഞങ്ങൾക്കത് മാത്രമല്ല, ഞങ്ങൾക്ക് കുറേ പ്രിക്കോഷൻസ് ഇതൊക്കെ നോക്കിയിട്ട്, പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം. അതല്ല ഇതിപ്പോൾ ഒരു ജോബിന് കയറുന്നതാണെങ്കിലും വേറെ കമ്മ്യൂണിറ്റി വെച്ച് നോക്കുമ്പോൾ അവർ ഒരു ബാക്ക്ഗ്രൗണ്ട് ഗവൺമെൻറ് ജോബിൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഒരാളുള്ള കാരണം, ഒരു പുഷ് കൊടുക്കാൻ ഒരാളുള്ള കാരണം ഉറപ്പായിട്ട് അവർക്ക് പെട്ടെന്ന് ജോബ് കിട്ടാൻ സാധ്യത വളരെ അധികമാണ്. അപ്പം ഞങ്ങളെ കമ്പയർ ആക്കുമ്പോൾ ഞങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റിയും കുറവാണ്. പിന്നെ അതെ, ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഡ്രോബാക്ക്. അത് ഒരുപക്ഷെ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടത് ആവശ്യമാണോ, അല്ലെങ്കിൽ അതാണോ ഉദ്ദേശിക്കുന്നത്? അതായത് ഇറങ്ങുമ്പോൾ അത്തരത്തിൽ നമുക്ക് വേണ്ടി ആളുകൾ ഉണ്ടാവണമെന്ന്, ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി മിണ്ടാൻ ഒരു നാളത്തേന് ഒരാൾ മിണ്ടാൻ വേണ്ടി. പക്ഷേ എന്തായിരിക്കും ഇപ്പോൾ ഉള്ള ഈ രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും ക്രൈസ്തവ സമൂഹത്തെ അവഗണിക്കുന്നതിൻ്റെ പിന്നിൽ? പൊതുവേ എന്താ പറയുക, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് കർണാടക പൊതുവേ ഇവിടുത്തെ പൊളിറ്റിക്കൽ നേച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിഷി പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മുടെ വോട്ട്സ് മാറ്റർ ആവുന്നത് ഈ ഓൺ എ ലാർജർ സ്കെയിൽ. ഇപ്പോൾ ഒരു MLA ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എടുക്കുകയാണെങ്കിൽ, ഒരു ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു MP ഒരു പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി നമ്മൾ എടുക്കുകയാണെങ്കിൽ, അവിടെ ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിളാണ്. ഓക്കെ, ഇത് ഒരു മേജർ റെപ്രസെൻറ്റേഷൻ കിട്ടില്ല. അപ്പോൾ കൂടുതലും ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, കാരണം പൊതുവേ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണലായിട്ടുള്ള രാഷ്ട്രീയം. അപ്പോൾ ഏതൊരു പാർട്ടിക്കാരും ഏത് വിങ് എന്ന ഇത് ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് കമ്മ്യൂണലായിട്ട് ക്യാമ്പയിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. കമ്മ്യൂണലായിട്ടുള്ള ലീഡേഴ്സിനെ വിളിക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണലായിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ ടാർഗറ്റ് ചെയ്ത് ഏത് കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ റെപ്രസെൻറ്റേഷൻ ഉള്ളത് ആ കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്ത് അവരെ മാത്രം ക്യാമ്പയിൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെ മാത്രം സുഖിപ്പിക്കുക എന്നുള്ള പരിപാടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓൺ എ ലാർജർ സ്കെയിൽ നമുക്ക് റെപ്രസെൻറ്റേഷൻ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ റെപ്രസെൻറ്റേഷൻ കുറഞ്ഞു പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ലീഡേഴ്സ് ഉണ്ടാവണം. അവരോട് നമുക്ക് ചോദ്യം ചെയ്ത് നമുക്ക് മേടിക്കാൻ മാത്രം നമുക്കുള്ള മെജോറിറ്റി നമുക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലീഡേഴ്സ് ഈ ഒരു സ്റ്റേജിലേക്ക് വരണം എന്നുള്ളതാണ്. നമുക്കവിടെ ഒരു ലീഡർ ലെവലിൽ നമുക്ക് റെപ്രസെൻറ്റേഷൻ വന്നു കഴിയുമ്പോൾ, അപ്പോൾ ആൾ കമ്മ്യൂണലായിട്ട് തന്നെ വർക്ക് ചെയ്യണം എന്നല്ല, ആൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ വർക്ക് ചെയ്യണം. ബട്ട് അറ്റ് ദ സെയിം ടൈം ആൾ എന്തായാലും ഒന്നെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു കൂടുതൽ പരിഗണനയോ അല്ലെങ്കിൽ എല്ലാവരെയും സമൻ എന്ന നിലയിൽ കാണുകയോ ചെയ്യും. ആ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് ഈ പോപ്പുലേഷനിൽ റെപ്രസെൻറ്റേഷൻ കിട്ടിയില്ലെങ്കിൽ പോലും ആസ് എ ലീഡർ ദെയർ മസ്റ്റ് ബി പീപ്പിൾ കമ്മിങ് ഇൻ ടു പൊളിറ്റിക്സ്. നമ്മുടെ യുവജനങ്ങൾ എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും രാഷ്ട്രീയ പാർട്ടി ഏതെന്ന ഭേദമന്യേ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്നതും. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് MCYM KCYM അതൊക്കെ സഭയുടെയും സമൂഹത്തിൻ്റെയൊക്കെ സാമൂഹികപരമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ സഭയുടെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ജീസസ് യൂത്ത് ഭയങ്കര സ്പിരിച്വൽ ലൈഫാണ്, വേറൊരു കൾച്ചറാണ്, ഒരു സ്പിരിച്വൽ ലൈഫിലൂടെ പോകുന്നതാണ്. KCYM അങ്ങനെയല്ല, KCYM സ്പിരിച്വലുണ്ട് ഓക്കെ, പക്ഷേ കൂടുതലും സാമൂഹികപരമായ ക്ഷേമം ഓരോരുത്തരുടെയും വ്യക്തിയുടെ ആ തരത്തിലേക്കാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ KCYM നിന്നല്ല ശരിക്കും ഈ രാഷ്ട്രീയത്തിലേക്ക് നേതാക്കന്മാർ വരേണ്ടതല്ലേ? അങ്ങനെ എല്ലാ യുവജനങ്ങളും ഇപ്പോൾ ചെറിയ വാർഡ് തലത്തിൽ നിന്നായാൽ പോലും അത്തരത്തിൽ നേതാക്കന്മാർ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സ് KCYM നിന്ന് പോലും കൊടുക്കേണ്ടതല്ലേ? അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഒരു ലീഡർഷിപ്പ് കൾച്ചർ എന്തുകൊണ്ട് നമുക്കുണ്ട്? കാരണം ഈ ഒരു സ്ട്രക്ചർ ഓഫ് ഹൈറാർക്കി ഓഫ് SMIM ഡിപ്പെൻഡ്സ് ഓൺ ദിസ് ലീഡർഷിപ്പ്. കാരണം രൂപതയിൽ നമുക്ക് ഡെക്സ്കോ ഉണ്ട്, നമുക്ക് ഫൊറൈനിൽ അതിൻ്റേതായ എക്സിക്യൂട്ടീവ് ബോഡി ഉണ്ട്, പാരിഷിലായാലും നമുക്ക് പാരിഷ് എക്സിക്യൂട്ടീവ് ബോഡി ഉണ്ട്. അപ്പോൾ ഈ ലീഡേഴ്സിന് നമ്മൾ മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. കാരണം അതാത് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇടവകയിലായാലും നമ്മൾ രൂപതലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടുന്നത് നമുക്ക് പാരിഷിലാണ്. അപ്പോൾ ഈ പാരിഷിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ ലീഡേഴ്സാണ്. അതേസമയത്ത് നമുക്ക് ഫോറിൻ ലെവലിലും ഇവൻറ്റ്സ് വരാറുണ്ട്, ചില ഫോറിൻസ് നമുക്ക് ഇവൻറ്റ്സ് നടത്താറുണ്ട് ഫോറിൻ ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു നേതൃത്വ ബോധം അല്ലെങ്കിൽ ഈ നേതൃത്വത്തിൻ്റെ ഈ ഒരു കൾച്ചർ നമ്മൾ പണ്ട് തൊട്ടേ
പുഷ്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഡെക്സ്കോ ടീമിൽ നിന്ന് നമുക്ക് പൊതുപ്രവർത്തകർ കുറേ പേരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചില രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന കുറേ പേർ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വളർന്നു വന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഈ കൾച്ചർ നമ്മൾ പണ്ടുതൊട്ടേ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഇടവകയിലായാലും ഈ ഫോറിനിലായാലും പ്രവർത്തിക്കുന്നവർ എന്തായാലും അതാത് സ്ഥലങ്ങളിലെ പൊതുപ്രവർത്തനങ്ങളിലും ഇടപെടും, അല്ലെങ്കിൽ എന്തെങ്കിലും ജനറലായിട്ടുള്ള പബ്ലിക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ സോഷ്യൽ ഇമ്പാക്റ്റ് വരുന്ന കാര്യങ്ങളോ അവർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ പിന്നെ കൂടുതലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ SMYM ഫുൾ ഓൺ ഫുൾ ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ മൂവ്മെൻറ്റ് എന്നതിലുപരി നമ്മളൊരു സോഷ്യൽ മൂവ്മെൻറ്റ് കൂടിയാണ്. അപ്പോൾ ഈ സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സോഷ്യലി ഇമ്പാക്റ്റ്ഫുള്ളാണ്. അപ്പോൾ എന്തായാലും ഈ പാരിഷ് ഫോറിൻ ഡയസിസ് ലീഡേഴ്സിന് ഈ സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാം ബൈ ഡിഫോൾട്ട് പൊതുപ്രവർത്തകരായി മാറുകയാണ് ഈ കൾച്ചറിലൂടെ. അപ്പോൾ അങ്ങനെ ഇവർ നേതാക്കളായി വളരുകയും പിന്നീട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിലേക്ക് ജോയിൻ ചെയ്യുകയും. അതിനോട് കൂടെ ചേർത്തോട്ടെ, അതായത് കത്തോലിക്ക സഭയ്ക്ക് നേരത്തെ പറഞ്ഞു നമ്മൾ അവഗണിക്കപ്പെടുന്നുണ്ട് പല മേഖലയിലും. കത്തോലിക്ക സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി വേണോ, അതോ കത്തോലിക്ക സഭയിലെ അല്ലെങ്കിൽ അംഗങ്ങൾ നേതാക്കന്മാരായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ മതിയോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കത്തോലിക്ക സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന സംഭവം കോൺസെപ്റ്റ് നമുക്ക് ആർക്കും അപ്ലിക്കബിൾ അല്ല. അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. നമ്മളൊരു യൂണിറ്റിയിലുണ്ടെങ്കിൽ എന്നില്ല അല്ലേ, വേണമെന്നില്ല. നമ്മളൊരു യൂണിറ്റിയിലുണ്ടെങ്കിൽ, എല്ലാവരും യൂണിറ്റിയിലുണ്ടെങ്കിൽ അത് തന്നെയല്ലേ ബിഗ് കമ്മ്യൂണിറ്റി. ഓക്കെ, അതായത് കത്തോലിക്ക സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി വേണ്ട, പക്ഷേ കത്തോലിക്ക സഭകൾ മുഴുവനായി ചേർന്ന് ഒരു ഒറ്റ കൂട്ടായ്മയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് സാധിക്കുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താനോ നമുക്ക് സാധിക്കും. അത്തരത്തിൽ വേണമെന്നാണോ പറയുന്നത്? കഴിഞ്ഞ കേരള ഇലക്ഷനിൽ LDF വരും എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞാണ് അവർ വന്നത്. അപ്പം നമ്മുടെ സഭയോട് ചോദിച്ചായിരുന്നു, നമ്മുടെ സഭയോട് വന്ന് നമ്മുടെ കർദിനാളിനോടും മെത്രാനോടും ഒക്കെ വന്നിട്ട് നമുക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ പോയി LDFന് പോയി കുത്തി, അങ്ങനെ LDFനെ ജയിപ്പിച്ചവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമുക്ക് ജയിപ്പിക്കാനും പറ്റും, തോൽപ്പിക്കാനും പറ്റും എന്നുള്ള അറിവ് നമുക്കുണ്ട്. കാരണം നമ്മൾ കേരള രാഷ്ട്രീയത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ക്രിസ്ത്യൻ ഒരു മൈനോറിറ്റി അല്ല, ഒരു മെച്ചപ്പെട്ട ഒരു മെജോറിറ്റി തന്നെയാണ്. പക്ഷേ അതേ ഒരു ഇതല്ല ഇവിടെ നമ്മുടെ സ്റ്റേറ്റിലുള്ളത്. കർണാടക സ്റ്റേറ്റിൽ അങ്ങനെയല്ല ഉള്ളത്. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പഞ്ചായത്ത് വെച്ച് നോക്കുവാണെങ്കിലും നമ്മൾ വെറും ഒരു മൈനോറിറ്റി ആയിട്ട് വരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ ഉള്ളത് നെല്ലിയാടിയിലാണ്. അവിടെ അത്യാവശ്യം ഹിന്ദു പോപ്പുലേഷനും ഉണ്ട്, ക്രിസ്ത്യൻ പോപ്പുലേഷനും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ക്രിസ്ത്യൻസും പോയി തിരിച്ചു കുത്തിയെങ്കിൽ തോക്കാവുന്നതേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സാധ്യതയാണ് ഉള്ളത് പിന്നെ പാർട്ടി വൈസ് അല്ല മെജോറിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ. സോ നമ്മൾ ആസ് എ സഭ ഇപ്പോൾ നമ്മൾ നമ്മുടെ അച്ഛനോട് അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനോട് പോയി പറയുവാണെങ്കിൽ നമ്മൾ അവിടെ ഇവർക്ക് കുത്തണ്ട. ഫോർ എക്സാമ്പിൾ കോൺഗ്രസ് പാർട്ടി കുത്തണ്ട, നിങ്ങൾ ഈ പ്രാവശ്യം തൊട്ട് BJP കുത്തിക്കോ എന്ന് പറഞ്ഞാൽ BJP കുത്തുന്നവരുമുണ്ട്. കാരണം അച്ഛന്മാരെ പറഞ്ഞ സ്വന്തം ജീവൻ വരെ കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടരാണ്. അപ്പം അതുകൊണ്ട് എന്നാ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് വി ക്യാൻ ബി കിങ് ആൻഡ് കിങ് മേക്കേഴ്സ്. സോ നമുക്ക് ഒരാളെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനുമുള്ള കഴിവ് നമുക്കുണ്ട്. പക്ഷേ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നത് നമ്മൾ നമ്മുടെ ലീഡേഴ്സിനെ വിട്ടുകൊടുക്കണം. അല്ലാതെ നമ്മളായിട്ട് ഒരു ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇടതുപക്ഷ വിശ്വാസക്കാരനാണ്, മാർക്സിസ്റ്റ്. പക്ഷേ ഞാൻ ഈ ഉള്ള പ്രദേശത്തിൽ കമ്മ്യൂണിസത്തിന് യാതൊരു സാധ്യതയില്ല. ഞാൻ പോയി വോട്ടിട്ടെങ്കിൽ അത് വേസ്റ്റ്. അതിലും എനിക്ക് നോട്ടേക്ക് വോട്ടിടുന്നതും ഇതിന് വോട്ടിടുന്നതും രണ്ടും ഒന്നാണ്. സോ നമ്മൾ ഉള്ള സ്ഥലത്തെ സാഹചര്യവും പ്ലസ് നമ്മുടെ ലീഡേഴ്സ് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ മെത്രാന്മാർ പറയുന്നത്, അല്ലെങ്കിൽ അതിലും മേലുള്ള ബിഷപ്പ്, കാർഡിനാൾമാർ, ആർച്ച് ബിഷപ്പ് അവർ പറയുന്നതൊക്കെ നോക്കി കണ്ട് നമ്മളെ ഭരിക്കാൻ പറ്റുന്ന ലീഡർമാർക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ലീഡേഴ്സ് വരണം. നമ്മൾ കർണാടകയിലാണെങ്കിൽ ജോർജ് ഫെർണാണ്ടസ് എന്നൊരു ലീഡർ ഉണ്ടായിരുന്നു, വലിയ സ്ട്രോങ് ലീഡറായിരുന്നു, കോൺഗ്രസ്സിലെ സെൻട്രൽ മിനിസ്റ്ററൊക്കെ ആയിരുന്നു. ആ പുള്ളി കഴിഞ്ഞിട്ട് ഇപ്പോൾ KC ജോർജ് മാത്രം. അത് കഴിഞ്ഞ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു വലിയ ലീഡർ എന്ന് പറയാൻ ജോർജ് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ സ്റ്റേറ്റ് മിനിസ്റ്ററൊക്കെയാണ്. പിന്നെ വേറെ മിനിസ്റ്റേഴ്സ് എന്ന് പറയാനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് റെപ്രസെൻറ്റേഷൻ ഇല്ല. അതാണ് കർണാടക സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ ദാരിദ്ര്യമാണത്. സെൻട്രലിലാകട്ടെ സ്റ്റേറ്റിലാകട്ടെ നമ്മൾക്ക് വേണ്ടി പൊരുതാൻ വേണ്ടി നമ്മൾ പോകുന്നത് എവിടെയാണ്? ക്രിസ്ത്യാനിയുടെ അടുത്തല്ല നമ്മൾ പോകുന്നത്, UT ഖാദറിൻ്റെ അടുത്ത്. UT ഖാദർ ക്രിസ്ത്യാനിയല്ല, പക്ഷേ മുസ്ലിം കോൺഗ്രസ് ലീഡർ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകും.
നമ്മുടെ കുഴപ്പമല്ല, അവിടെ നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളില്ലാത്ത കൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. അങ്ങനെ പറ്റാതിരിക്കാനായിട്ട് നമ്മളിൽ നിന്നൊരു ലീഡർ ജനിച്ച് വരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു, കാലം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളിൽ നിന്നൊരു നേതാക്കന്മാർ വിവിധ രാഷ്ട്രീയ ഈ ഉത്തരത്തിനോട് എനിക്ക് ആദ്യം ചോദിച്ച ചോദ്യമാണ് സഭയ്ക്ക് രാഷ്ട്രീയം വേണമെന്ന്. സഭയ്ക്ക് രാഷ്ട്രീയം വേണ്ട, പക്ഷേ സഭയിലുള്ളവർ സഭയ്ക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. സഭ മീൻസ് ആ അനുകൂലമായ സാഹചര്യത്തിൽ, സഭയ്ക്ക് അനുകൂലമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ അത് ആൾക്കാരുടെ രാഷ്ട്രീയമാണ്. പക്ഷെ അത് സഭ മീൻസ് സഭയുടെ കാര്യങ്ങൾ വരുമ്പോഴോ ഇല്ലെങ്കിൽ സഭയ്ക്ക് അനുകൂലമായ കാര്യങ്ങൾ വരേണ്ട സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും. സഭയ്ക്ക് രാഷ്ട്രീയം എന്ന് പറയുമ്പം സഭ ആരാണ്? നമ്മളെ ഓരോരോ ജനങ്ങളാണ്, എല്ലാവരും കൂടെ ചേർന്നതാണ് സഭ. അപ്പം സഭയുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാപനം എന്ന് പറയുമ്പം അത് മൊത്തം ക്രിസ്ത്യാനികളുടെ ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും രാഷ്ട്രീയ പ്രസ്ഥാപനമായിട്ട് മാറും. പക്ഷേ എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാപനം വേറെ ആയിരിക്കും, ചേട്ടയുടെ രാഷ്ട്രീയ പ്രസ്ഥാപനം വേറെ ആയിരിക്കും. അതുകൊണ്ട് സഭ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെക്കാളും സഭയിലുള്ളവർ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നോ ഇല്ലെങ്കിൽ സഭയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന രാഷ്ട്രീയത്തിൽ അതിൽ നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. നിലവിൽ സഭയുടെ ഒരു കാഴ്ചപ്പാട് ഇത് തന്നെയാണ്. നേതാക്കന്മാർ വളർന്നു വരിക, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുക, സഭ അങ്ങനെ വളർന്നു വരുന്നവർ സഭയ്ക്ക് വേണ്ടി, സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി ഒക്കെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. SMYന് വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന വന്നിരിക്കുന്ന മാറ്റം അതൊന്ന് നിങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? ആദ്യം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം 11ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയും തിരുബാല സഖ്യവും മിഷൻ ലീഗുമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച ആൾക്കാർ യൂത്തിലേക്ക് വരുമ്പം മാറിപ്പോകുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു 10ാം ക്ലാസ് വരെ പള്ളിയിൽ പോകാനോ സൺഡേ സ്കൂൾ കൂടാനോ ഒരിക്കലും ഇഷ്ടമുണ്ടായിരുന്ന ഒരാളല്ല. നമ്മുടെ 10ാം ക്ലാസ് വരെ എനിക്ക് പള്ളിയിൽ പോകാനോ സൺഡേ സ്കൂൾ കൂടാനോ ഒരിക്കലും ഇഷ്ടമുണ്ടായിരുന്ന ഒരാളല്ല. മടിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്. കാരണം നമ്മുടെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് പോകാൻ ദൂരമുണ്ട്, നടന്നു പോകണം 4 കിലോമീറ്ററോളം. അതും ഒരു മടി പിടിച്ചൊരു സംഭവമായിരുന്നു. പക്ഷേ ഞാൻ 10 കഴിഞ്ഞ സമയത്താണ് കൊറോണ വന്നത്. നമുക്കപ്പം പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, ആൾക്കാരെ കാണാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമമാകാൻ തുടങ്ങി എൻ്റെ മനസ്സിൽ. പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, ഒന്നിനും കൂടാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് തോന്നി 10ാം ക്ലാസ് വരെ നല്ല രീതിയിൽ പോകാൻ പറ്റിയിട്ട് മടിച്ച് നിന്നതിൻ്റെ വിഷമം എനിക്ക് അപ്പം തോന്നി. എൻ്റെ മനസ്സ് തോന്നി മുന്നോട്ടേക്ക് യൂത്തിൽ കയറുമ്പോൾ നമ്മുടെ ഇവിടെ 11ാം ക്ലാസ് തൊട്ട് യൂത്തിൽ എടുക്കുന്നുണ്ട്, 16 വയസ്സ് തൊട്ട്. മുന്നോട്ടേക്കെങ്കിലും എനിക്ക് പള്ളിയിൽ കാര്യത്തിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. 11ാം ക്ലാസ് തൊട്ട് ഞാനത് നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. എൻ്റെ വീട്ടിലാണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ എന്ത് കാര്യം വന്നാലും മുന്നിൽ നിന്ന് ഒന്നിനും ഞാൻ പറ്റത്തില്ല എന്ന് പറയത്തില്ലായിരുന്നു. എന്ത് കാര്യം വന്നാലും മടിച്ച് നിന്ന ആൾ യൂത്തിൽ കയറി പിന്നെ എന്ത് വന്നാലും ഞാൻ ധൈര്യത്തോടെ ഞാൻ ചെയ്യും, എന്നെ കൊണ്ട് പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു. ഇപ്പം ഇവർ 1.5 വർഷമായി. ഞാൻ എൻ്റെ പാരിഷ് പ്രസിഡൻ്റായിരുന്നു, വൈസ് പ്രസിഡൻ്റായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇവർ വന്ന് പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പം നമ്മുടെ മടിച്ചിരുന്ന പിള്ളേർ കുറച്ച് പേര് നല്ല എനർജറ്റിക് ആയിട്ട് പിന്നെയും യൂത്തിലേക്ക് ആക്റ്റീവ് ആകാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങളിലും കുറേ പരിപാടികൾ വെച്ചു. ഇപ്പോഴും സ്പോർട്സിൻ്റെ കാര്യം വന്നപ്പം ഒരുപാട് ആക്റ്റീവായിട്ട് കുറേ പിള്ളേർ, എനിക്കതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നല്ല നല്ല കാര്യങ്ങൾ ഇവർ ചെയ്യുന്നവരും ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന മടിച്ച് കിടക്കുന്ന കുറേ കാര്യങ്ങൾ യൂത്തിലേക്ക് വന്നപ്പം ഇവർ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ യൂത്തിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊണ്ടുവന്നപ്പം കുറേ മടിച്ചിരുന്ന ആൾക്കാർ കുറേ ആക്റ്റീവ് ആകാൻ തുടങ്ങി. അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എന്നെ ഒന്നും പറഞ്ഞ് ആർക്കും അറിയത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പം ഞാനൊരു ഫൊറോന വൈസ് പ്രസിഡൻ്റാണ്. എനിക്ക് ഒരുപാട് പേരെ അറിയാം, എന്നെ അറിയുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ യൂത്തിന് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ടും ചെയ്തുകൊണ്ടുണ്ട്. ഒരുപാട് പ്ലാനിങ്ങും ഉണ്ട്. തീർച്ചയായിട്ടും അത് നടപ്പിലാക്കും. അതിന് മെയിൻ റീസൺ തന്നെ നമ്മുടെ യൂത്ത് പ്രസിഡൻ്റാണ്, ഡെസ്കോ മെമ്പേഴ്സാണ്. അവർ കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. നമ്മളത് നല്ല രീതിയിൽ യൂസും ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത് പറഞ്ഞപ്പോൾ തോന്നിച്ചാൽ ഈ കൊറോണയോട് കൂടി കുറേ പേര് പള്ളിയിൽ നിന്ന് അകന്ന ഒരു അനുഭവം പലരും പറയുന്നുണ്ട്. അതുവരെ പള്ളി വന്നിരുന്നു, കൊറോണ വന്ന് വീട്ടിൽ കുർബാനയൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞപ്പോൾ ഇനി എന്തിനാ പള്ളി പോണേ എന്ന് ചിന്തിച്ച ചില ആളുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിന് നേരെ വിപരീതമായി വളരെ നല്ലൊരു അനുഭവമാണ് പങ്കുവെച്ചത്. ഇനി മറ്റ് ആരെങ്കിലും? എൻ്റെ ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ PU വരെ ഞാൻ ഇപ്പം ഇത് തിരുബാല സഖ്യം മിഷൻ ലീഗിലൊക്കെ വളരെ ആക്റ്റീവായിട്ടൊരു മെമ്പറായിരുന്നു. പിന്നെ ഞാൻ ഈ ഹോസ്റ്റൽ സ്റ്റഡീസ് വിഷയമായിട്ട് ഞാൻ കുറച്ച് ദൂരെ പോയ ആളാണ്. അപ്പോൾ ഞാൻ ആൻസർ ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പേഴ്സണലി ആൻസർ ചെയ്തതാണ്. എന്തെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഡിഫറെൻറ്റ് എൻ്റെതായ ഓൺ ഡിസിഷൻ എടുക്കാനുള്ളൊരു മെച്യൂരിറ്റി വന്നപ്പം
എനിക്ക് പലപ്പോഴും എന്നാ ഇപ്പം ഞാൻ ലോ പഠിക്കുന്ന സ്റ്റുഡൻറ്റാണ്, അപ്പം ഞങ്ങൾ ഫ്രീഡം അത് ഇതൊക്കെ കുറേ അസോസിയേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പം ഒരു ചെറിയൊരു മൈൻഡിലേക്ക് സ്ട്രൈക്ക് ആയൊരു വിഷയമാണ്. ഇപ്പോൾ വീട്ടിൽ വിളിച്ച് ഞായറാഴ്ച ഫസ്റ്റ് ചോദിക്കുന്ന നീ പള്ളി പോയായിരുന്നു. അപ്പം ഞാൻ ചൂടായിരുന്നു, നിങ്ങളാദ്യം ഞാൻ കഴിച്ചോന്നല്ലേ ചോദിച്ചു, എനിക്ക് സുഖമാണെന്ന് ചോദിച്ചു, പള്ളി പോയോന്ന് എന്തിനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എക്സാം വിഷയത്തിൽ പേഴ്സണലി ഞാൻ കുറച്ച് അകന്ന് നിൽക്കുമായിരുന്നു. യൂത്തിൽ ഞാൻ പൊതുവെ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ബിക്കോസ് ഞാൻ എൻ്റെ ഫോക്കസ് ചെയ്തത് സ്റ്റഡീസ് അങ്ങനെ ആയിട്ട് പോയോണ്ടിരുന്നപ്പം എനിക്ക് തന്നെ പേഴ്സണലി ജിസ്ന പറഞ്ഞ പോലെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പേഴ്സണൽ ഫീലിംഗ് ആയിരുന്നു അത്. അപ്പോൾ ഞാൻ കുർബാനയ്ക്ക് പോയില്ലെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഒരു സെപ്പറേറ്റ് ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു. ഞാൻ ബംഗളൂരിൽ ഇരുന്നപ്പോൾ ഒരു ചാപ്പലിൽ പോയിട്ട് ഞാനിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ആ ഒരു റിലീഫ് ഞാൻ അതിൽ കണ്ടെത്തി. അപ്പം എന്തിനാണ് ഇതിലൊക്കെ റീസൺ എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ ബേസ് അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ്. ആ ഒരു ഡിസ്റ്റൻസ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. ഇങ്ങനെ കുറേ റീസൺസ് ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു. ഇപ്പോൾ സ്റ്റഡീസ് ആ സമയത്ത് അതെനിക്ക് ഭയങ്കര റെസ്ട്രിക്റ്റീവ് ആയിരുന്നു. ബംഗളൂരിൽ നിന്ന് ഇങ്ങോട്ട് പറ്റില്ല. പക്ഷെ അവിടെ ഇങ്ങനെ തന്നെ സ്റ്റഡീസിന് ആയിട്ട് വന്ന പിള്ളേരുടെ ഒരു ആക്ടിവിറ്റി കാണുമ്പം അത് മെജോറിറ്റി കേരളക്കാരായിരുന്നു. അവിടെ കേരളത്തിൽ നിന്ന് വന്ന പിള്ളേർ ഇങ്ങനെയൊക്കെ അവരെല്ലാ കാര്യത്തിലും സോഷ്യൽ സർവീസ് ആവട്ടെ അങ്ങനെ ഇങ്ങനെ കുറേ കാര്യത്തിൽ ചെയ്തിട്ട് അവരിൽ നിന്നാണ് എനിക്കൊരു ഇൻഫ്ലുവൻസ് വന്നത്. സത്യം പറയുകയാണെങ്കിൽ അവരെ കണ്ടിട്ടാണ് പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തിട്ട് ഇപ്പം ഞാൻ തിരിച്ചിപ്പം ജോബായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഫസ്റ്റ് ഡിസിഷൻ ഞാൻ എടുത്തത്, ഞാൻ എൻ്റെ പാരിഷിൽ ഞാൻ വളരെ ആക്റ്റീവാണ്. ഇപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓക്കെ ഞങ്ങൾ ചെയ്യാം. അങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂത്തിൻ്റെ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഞാൻ പേഴ്സണലി ഇപ്പം ഇൻവോൾവ് ആയിരിക്കുമ്പം ഞാൻ സിറിൽ നിന്നാണ് ഞാൻ പേഴ്സണലി കണ്ടേക്കുന്നത്. ബിക്കോസ് ഞങ്ങളെല്ലാം സെയിം ഏജ് കാറ്റഗറിയാണ്. അപ്പം ഇവരുടെ വർക്ക് ആവട്ടെ ഇവൻ മാത്രമല്ല എല്ലാ മെമ്പേഴ്സും, പിന്നെ ഞങ്ങളുടെ പാരിഷിൽ മെമ്പേഴ്സ് എല്ലാം കുഞ്ഞു പിള്ളേർ, ഇപ്പോൾ പി യുക്കാരൊക്കെ ഉള്ളൂ. പക്ഷെ അവരുടെ ഒരു 5 to 6 ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിളേ ഉള്ളൂ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിലും അവരുടെ കോൺട്രിബ്യൂഷൻ കാണുമ്പോൾ എന്തൊരു ടൈപ്പ് ഓഫ് ഇൻസ്പിറേഷനാണ്. അപ്പം എനിക്കും കൂടുതൽ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. ഇവിടെ ഉള്ളവരെ അല്ല, ഞാനിപ്പം ജോബായിട്ട് ഞാൻ ബംഗളൂർ പോവുകയാണെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ യൂത്തിന് കൊടുക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് റിയലൈസ് ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ലൈഫിൻ്റെ ഒരു ചേഞ്ചസ് ആണ് ഞാൻ പറയുന്നത്. ബിക്കോസ് എല്ലാത്തിലും ഉണ്ടായിരുന്ന ആൾ സഡൻ ആയിട്ടൊരു പോയപ്പം പേഴ്സണലി എങ്ങനെ എന്നെ എഫക്റ്റ് ചെയ്തു, എന്തിനും ഞങ്ങൾ ക്രിസ്ത്യൻ ഫെയ്ത്തിൽ വരണം എന്നെനിക്ക് റിയലൈസ് ചെയ്തത്. ബിക്കോസ് ഞാൻ ഈ ഫെയ്ത്തിൽ അത്രയും ബേസ് സ്ട്രോങ് ആയത്. ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് നമ്മുടെ ഇടവകയിൽ ഇപ്പം റീസെൻ്റ്ലി, അതായത് ഇപ്പം 15-ാം തീയതിയാണ് നമ്മുടെ ഡയസിസ് ലെവലിൻ്റെ മത്സരങ്ങൾ. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ധർമ്മസ്ഥല പാരിഷ് വെച്ചിട്ട് ഇടവകാർക്ക് പറഞ്ഞാൽ നമ്മുടെ പാരിഷിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഇടവക ദിനം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവർക്ക് വേണ്ടിയ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ യുവജനങ്ങളാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയത്തെ മേജർ കാര്യങ്ങളെല്ലാം അതായത് ഉള്ളത് ഇടവക്കാരും അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയ ഗെയിംസ് കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നതും എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും യുവജനങ്ങളാണ്. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ അത് ഞാൻ ഈ റീസെൻ്റ്ലി ആയിട്ടാണ് ഞാനിപ്പം ഇതിൽ പ്രസിഡൻറ്റ് സ്ഥാനത്തിലേക്കും കയറിയേക്കുന്നത്. അപ്പം ഇങ്ങനൊരു കാര്യം എന്നോട് സെക്രട്ടറി വന്ന് ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടു, എടാ നമുക്ക് ഇങ്ങനൊരു പരിപാടി അങ്ങ് ചെയ്താലോ, അതാകുമ്പോൾ നമുക്ക് ഇടവക്ക എല്ലാവരും കൂടി ഒന്ന് ഒറ്റ ദിവസം ഒരു വൺ ഡേ പ്രോഗ്രാം പോലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു, എല്ലാവരും ഒരു വാർഡ് വൈസായിട്ട് ഒരു കോമ്പറ്റീഷൻ എന്തെങ്കിലും പ്രോഗ്രാം കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നു. ഇങ്ങനൊരു കാര്യം അനുഭവം പറഞ്ഞു. അപ്പോൾ അതേ കാര്യം നമ്മൾ പാരിഷ് കൗൺസിൽ അവതരിപ്പിച്ച് അച്ഛനോടായിട്ട് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു നമുക്കത് പാരിഷ് കൗൺസിൽ അത് കഴിഞ്ഞിട്ടൊന്ന് തീരുമാനിച്ചിട്ട് നമുക്കത് അതിന് വേണ്ടിയ നടപടിക്രമങ്ങൾ സ്വീകരിക്കാം. അപ്പോൾ എങ്ങനെ ഒരു വിത്തിൻ ഒരു 1 to 2 months ഗ്യാപ്പിൽ തന്നെ അച്ഛൻ ലാസ്റ്റ് പറഞ്ഞു നമുക്കത് അപ്പോൾ ഓർഗനൈസ് ചെയ്യാം. എനിവേ രൂപതയിലെ പ്രോഗ്രാം വരുന്നുണ്ട്, അത് 15-ാം തീയതിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കമ്മിങ് വീക്കിൽ തന്നെ ആകുമ്പം ആ ഒരു എന്നാ പറയുക ഒരു പറഞ്ഞ 15-ൻ്റെ ഒരു സ്പോർട്സിൻ്റെ ഒരു അതേ ഒരു എൻവിറോൺമെൻറ്റ് കാണും. സോ അപ്പോൾ സഡനായിട്ട് ഒരു 1 week ഗ്യാപ്പിൽ തന്നെയാണ് നമ്മുടെ ഈ പാരിഷ് ഡേ പ്രോഗ്രാമും വരുന്നത്. അപ്പം എല്ലാം കൂടി ആകുമ്പോൾ അതും ഒരു നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുള്ള രീതിയിൽ അപ്പം അതൊരു നല്ലൊരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഏത് ഇടവകയായിട്ടാണ്? എൻ്റെ ബംഗാടി ഇടവകയുടെ പ്രസിഡൻ്റാണ്. എങ്ങനെയാണ് പ്രസിഡൻ്റ് ആയത്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നേതൃസ്ഥാനത്തിലേക്ക് വന്നത്? പ്രസിഡന്റ് ഞാൻ ചുമ്മാ ഇരിക്കുമായിരുന്നു. അങ്ങനെ ആൾക്കാർക്ക് കൂടെ എന്നെ കേട്ടി ആൾക്കാർക്ക് കൂടെ പോയിട്ട് പേര് കൊടുത്ത് തന്നെ പേര് കൊടുത്തു പ്രസിഡൻ്റാണ്. അങ്ങനെ പേര് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അവർക്കാരെ ഞാൻ നല്ലോണം പണിയെടുക്കും, എന്ത് സഹായം ഹെൽപ്പിങ് അങ്ങനെയൊക്കെ പോകുന്നു, അങ്ങനെയൊക്കെ എടുത്ത് എൻ്റെ പേര് കൊടുക്കും. അങ്ങനെയൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്? ഇപ്പോൾ എൻ്റെ കാര്യമൊക്കെ ഞാൻ നല്ലതായിട്ട് നോക്കും. പിന്നെ പുറത്ത് അവരൊക്കെ ഈ സിറിനി ഇപ്പോൾ പറയുന്ന എല്ലാ പണിയൊക്കെ ചെയ്യും, സഹായിക്കും. അങ്ങനെയൊക്കെ പ്രസിഡന്റ് പറയുമ്പോൾ ഞാൻ SMIM കയറിയ സമയത്തോട്ട് ഇപ്പം കയറിയ സമയം ലൈക്ക് ഞാനൊരു കോൺഫിഡൻറ്റ് ഇത്രമാത്രം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പം ഇവിടെ എനിക്ക് നിന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ SMIM അത് വലിയൊരു പാട്ട് എൻ്റെ ലൈഫിൽ വന്നുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നത്. ആദ്യം വിക്കി സംസാരിച്ചാൽ ഇപ്പം
ചെറിയ വിക്കോട് സംസാരിക്കുന്നു. നാളെ ഇനിയും വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഇതെല്ലാം മാറി വീണ്ടും കോൺഫിഡൻ്റ് ആയിട്ടും വീണ്ടും പവർഫുള്ളായിട്ടും സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ SMYM വന്നതിന് ശേഷം നമ്മുടെ അച്ഛന്മാരാണെങ്കിലും ആസ് എ പ്രസിഡൻ്റ് എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതുമാത്രമല്ല പിള്ളേരാണെങ്കിലും എനിക്ക് നല്ല രീതിയിൽ എന്നാ പറയുക, നമ്മൾ ചോദിക്കുന്ന കാര്യം ഇപ്പം ഇന്ന് നമ്മൾ അവിടെ ഒരു സ്റ്റോൾ ഇട്ടപ്പം വന്നു സഹകരിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം പഠിക്കാൻ ആക്ച്വലി ഞാൻ ഈ കയറുന്ന സമയത്ത് LLB പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ഈ ഇലക്ഷൻ ഇവിടെ ഇലക്ഷൻ വന്നു. ഈ ഡെയിലി ലൈഫിൽ നിന്ന് റൂട്ടീൻ ചേഞ്ചായി. ഉച്ചവരെ ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വരുന്നയാൾ ഉച്ച കഴിഞ്ഞും എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് കോളേജ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഈ കാര്യം ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു മനസ്സിലുള്ള ഒരു സന്തോഷം, അന്ന് എനിക്ക് അന്ന് പ്രവർത്തിക്കണമെന്നുള്ള ഫയർ ഇന്നും എൻ്റെ ലൈഫിൽ അങ്ങനെ തന്നെ പോകുന്നു. നാളെയും അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ SMYM എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ആസ് എ പ്രസിഡൻ്റായിട്ട് ലീഡറായിട്ട് നിൽക്കാൻ. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം SMYM പ്രവർത്തനം ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒരു ലഹരിയാണ് ജീവിതത്തിൽ അല്ലേ. നമ്മുടെ എല്ലാ മേഖലയിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ പോയി ജോലിയും കഴിഞ്ഞു വൈകുന്നേരം അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്ന് ഓക്കെ ഇനി വൈകുന്നേരം വരെ ഒന്ന് റെസ്റ്റ് എടുക്കാം എന്നാണ് പലപ്പോഴും ഒരു സാധാരണ വ്യക്തി നമുക്ക് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ ഇനി എന്തിനു പോകണം ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയം. പക്ഷേ ആ സമയം അതല്ല, എനിക്കിനി പല കാര്യങ്ങളുണ്ട്. ആ ഓടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു പക്ഷേ അത് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല. എന്തിനീ കിടന്നിട്ട് ചത്ത് പണിയെടുക്കണം, നേരത്തെ പറഞ്ഞാൽ പട്ടി പണിയെടുക്കണം എന്ന് ചിന്തിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഫയർ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സഭയോടുള്ള ആ ഒരു ലഹരി, അതാണ് നമ്മളെ ഇത് പ്രവർത്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു സാറിൻ്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് പോലും ആ ഒരു കോൺഫിഡൻസ് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇരിക്കുന്ന എല്ലാവർക്കും അത്തരത്തിൽ തന്നെയാണ് അല്ലേ. നമ്മുടെയൊക്കെ കോൺഫിഡൻസ് ഒരുപാട് ഉയർത്തിയിട്ടുണ്ട് ഈ ഒരു യുവജന പ്രസ്ഥാനത്തിലെ പ്രവർത്തനങ്ങൾ എന്നുള്ളത്. പലപ്പോഴും പല യുവജനങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അവരുടെ വിദ്യാഭ്യാസപരമായ ആവശ്യം അല്ലെങ്കിൽ ജോലി, ഈ കാര്യങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്യും, ഈ സഭയുമായിട്ടുള്ള അല്ലെങ്കിൽ പള്ളിയുമായിട്ടുള്ള യൂത്തിനെ അങ്ങോട്ട് ഒഴിവാക്കി മാറ്റും. അവിടെ പോയാൽ എനിക്ക് എൻ്റെ ജോലിയിൽ ഉയർച്ച കിട്ടില്ല, അല്ലെങ്കിൽ അവിടെ പോയാൽ എനിക്ക് എൻ്റെ പഠനത്തിൽ ഉയർച്ച കിട്ടില്ല, ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. പക്ഷേ അതിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ അവരോടും ചോദിച്ചാൽ ഒരു പക്ഷേ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ഒരു പക്ഷേ ഒരു പ്ലസ് കിട്ടിയത് ഈ ഒരു യൂത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ന് നിങ്ങൾക്കൊക്കെ പറയാൻ പറ്റും. അത് ഞാൻ പറയണമെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഞാനൊരു KCM പ്രവർത്തകനായിരുന്നു, ഞാനത് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനമാണ് പിന്നീട് എനിക്ക് ഈ ഒരു മാധ്യമ മേഖലയിൽ വന്നപ്പോഴും എന്നെ ബൂസ്റ്റ് ചെയ്തു. ഒരുപക്ഷെ ഞാൻ ആ ഒരു KCM പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഒരു മാധ്യമ മേഖലയിൽ വരുമ്പോഴോ ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് പോലും പറ്റില്ലായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഞാനത് കേൾക്കുന്നത്. എല്ലാ യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് കേൾക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ ഏത് രൂപതയിൽ പോയാലും അവരവസാനം പറഞ്ഞു നിർത്തുന്ന ഒരു കാര്യം ഈ ഒരു KCYM അല്ലെങ്കിൽ MCYM അല്ലെങ്കിൽ SMYM ഈ ഒരു പ്രസ്ഥാനങ്ങളാണ് ഞങ്ങളെ ഒരുപാട് വളർത്തിയെന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് നന്ദി. നമ്മൾ കുറേ നേരം ഈ ഒരു ചർച്ച പോയി എന്നുള്ളത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ് നിങ്ങളോട് സംസാരിച്ചത്. കാരണം കേരളത്തിൽ നിന്ന് പുറത്തുള്ള ഒരു യുവജന പ്രസ്ഥാനം, കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും അത് ഞങ്ങൾക്കറിയാം. കാരണം കേരളത്തിൽ കുറച്ചുകൂടി ഈസിയാണ്, ഒന്ന് മലയാളം അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും പ്രവർത്തിക്കുന്നു. ഒരുപാട് പിള്ളേരുകളുണ്ട്, യൂത്ത് ഉണ്ട്, മിക്ക ഇടവുകളും നല്ല സ്ട്രോങ് ആണ്, എല്ലാം കൊണ്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കുടിയേറ്റ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂത്ത്, അതും വേറൊരു സംസ്ഥാനത്ത് വേറെ ഭാഷയിൽ വേറെ കൾച്ചറിൽ നിങ്ങൾ പ്രവർത്തിച്ചു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ചു. അത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എനിക്ക് അറിയാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും എന്തായാലും വളരെയധികം സന്തോഷം തോന്നുന്നു. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ പക്വതയോടുകൂടി ഓരോ കാര്യങ്ങളും നിങ്ങൾ നിരീക്ഷിക്കുന്നു, നിങ്ങളത് മനസ്സിലാക്കുന്നു, നിങ്ങളത് പറയുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. എന്തായാലും ഇനിയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ബെൽത്തങ്ങാടി രൂപതയിലെ SMYM യുവജന പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും ഞങ്ങൾ ഗുഡ്നസിൻ്റെ പേരിൽ നേരുകയാണ്, ഞങ്ങളുടെ പ്രേക്ഷകരുടെ പേരിൽ നേരുകയാണ്. നന്ദി. SMYM എന്ന് പറഞ്ഞൊരു ചെറിയ സംഘടന നമ്മുടെ ഈ കർണാടക സ്റ്റേറ്റിൽ ആകെ 3 ഡയസിസ് മാത്രമേ ഉള്ളൂ. ഈ SMYM യൂത്തിനെ പറ്റി കേൾക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാലക്കുടിയിലാണ് ചാലക്കുടിയിൽ നിന്ന് ഇവിടെ വന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളോട് ഓരോ കാര്യങ്ങൾ നിന്ന് ചോദിച്ച് എല്ലാം മനസ്സിലാക്കി, നമുക്കും അത് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇപ്പം നാട്ടിൽ ചെന്ന് ഈ ഗുഡ്നസ് ചാനൽ TV എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ, ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും ദിവസം പപ്പ വെക്കുന്ന ഷാലോം ഗുഡ്നസ് എന്ന് പറഞ്ഞ ചാനലും ദിവസം വെച്ച് കാണുന്നൊരു സംഭവമാണ്. അപ്പം അതിലൊരു ഭാഗമാകാൻ പറ്റിയതിൽ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിന്ന് ഇവിടെ വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സ്ഥിരൻ എന്നെ വിളിച്ചായിരുന്നു, ഇങ്ങനൊരു പരിപാടിയുണ്ട് വരാൻ പറ്റുമോ. അപ്പം ഗുഡ്നസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു സംഭവമാണ്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇതിലൊരു ഭാഗമാകാൻ പറ്റി നമുക്ക് എല്ലാവർക്കും, എല്ലാവരും ദൂരെ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, അടുത്തുള്ളവരുണ്ട്.
നിങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഓക്കെ, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഈ ഒരു ദിവസം. യുവകാലത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കർണാടകയിലെ ബെൽത്തങ്ങാടി രൂപതയിലെ SMYMലെ ശക്തരായ യുവജന നേതാക്കന്മാരോടൊപ്പമായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ചർച്ചയിൽ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ശക്തമായ ഭാഷയിലാണ് അവർ നമ്മളുമായി പ്രതികരിച്ചത്. യുവകാഹളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റു രൂപതയിലെ യുവജനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.